വായിച്ച സ്റ്റേറ്റ്മെന്റിന്റെ തുടക്കം ഞാൻ കേട്ടില്ല. അത് ആരെ കോട്ട് ചെയ്താണ് വായിച്ചത് വ്യക്തമായില്ല എനിക്ക്. ഓക്കെ 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 ഞാനതിൽ മറുപടി പറയും. ഇവിടെ ബഹുമാന്യനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് സംസാരിച്ച സമയത്ത് തുടക്കത്തിൽ എനിക്ക് ഒന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാവും ഒരു പ്രയോഗം നടത്തേണ്ടായി. ഇത് കമ്മ്യൂണിസ്റ്റ് ചൈനയല്ലല്ലോ എന്ന് അത്രമാത്രം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം അതിൽ വ്യക്തമാണ്. അപ്പൊ ഞാൻ മറുപടി പറയുമ്പോൾ അതിൽ നിന്ന് അങ്ങ് തുടങ്ങാം എന്ന് കരുതുന്നു. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ഇസ്ലാം മത ആരാധനാലയങ്ങൾ പരിപാലിക്കപ്പെടുന്നതിനെ കുറിച്ച്, മുസ്ലിങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുന്നതിനെ കുറിച്ചൊക്കെ യൂത്ത് ലീഗ് നേതാവിന് വല്ല സംശയവും ഉണ്ടെങ്കിൽ, തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമുണ്ട്. എന്നെ വിശ്വസിക്കേണ്ട, അങ്ങയുടെ സംഘടനയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം ചൈന സന്ദർശിച്ച ശേഷം അവിടെ കണ്ട അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവങ്ങൾ അദ്ദേഹം മാധ്യമം പത്രത്തിന്റെ വരാന്ത പതിപ്പിൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചാൽ അങ്ങയുടെ എല്ലാ സംശയവും തീരും. എന്നിട്ട് വല്ല സംശയവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ഇത്തരം സമീപനം, ഇത്തരം വിശ്വാസങ്ങളോടും ആരാധനാലയങ്ങളോടും വിശ്വാസികളോടുമുള്ള സമീപനത്തെക്കുറിച്ച് അങ്ങയുടെ മൺമറഞ്ഞ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചിട്ട് വളരെ വിശദമായി തന്നെ യാത്ര എന്ന പേരിൽ പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ പുത്രൻ ബഹുമാനായ ശ്രീ MK മുനീറിന്റെ നേതൃത്വത്തിലുള്ള ഒലീവ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഞാൻ ഈ പ്രയോഗം വന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഖുറാനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രചരണം, അല്ലെങ്കിൽ ഇതൊക്കെയാണല്ലോ ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം അവിടെ പറഞ്ഞു, ഇനി കുറ്റമാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മൾ ഇതിനാണ് ഊഹിക്കാൻ പോകുന്നത്, അതൊക്കെ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കട്ടെ. ഖുറാൻ സംബന്ധിയായ ചർച്ചകൾ ഇവിടെ തുടങ്ങിയത് ആരാണ്? എന്റെ ഫോണിൽ സംശയം ഉണ്ടെങ്കിൽ മാത്രം അത് കേൾപ്പിച്ചാൽ മതിയല്ലോ. എന്റെ ഫോണിൽ ബഹുമാന്യനായ KM ഷാജി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഭാഗവും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് ലീഗ് നേതാവിന്റെ മറ്റൊരു ചർച്ചയിലെ ഭാഗവുമുണ്ട്. കുറെ ദിവസങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഖുറാനുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തിന് മറ്റൊരു മാനം നൽകിയത് നിങ്ങളാണ്. നിങ്ങൾ ഇതിൽ കള്ളക്കടത്ത് ആരോപിക്കുകയാണ്. നിങ്ങൾ ഖുറാനെ മറയായി കള്ളക്കടത്ത് നടത്തിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആര് പറഞ്ഞു? ഖുറാൻ ശ്രീ KT ജലീൽ കൊണ്ടുവന്നതാണോ? അദ്ദേഹം വരുത്തിയതാണോ? അദ്ദേഹത്തിന്റെ വിലാസത്തിൽ വന്നതാണോ? കോൺസുൽ ജനറൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു സഹായം ചെയ്യല്ലേ ചെയ്തത്? സാമാന്യമായ മര്യാദ വേണ്ടേ? പിന്നെ ഖുറാൻ ഒരു വലിയ വിഭാഗം വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കുന്നതാണ് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഖുറാൻ മാത്രമല്ല, ഒരുപാട് വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട്. അതത് വിഭാഗങ്ങൾക്ക് അത് വളരെ വിശുദ്ധമാണ്. ഞങ്ങൾ അതിനെയെല്ലാം മാനിക്കുന്നവരാണ്. മനസ്സിലായിട്ടില്ലേ? എല്ലാ മതവിഭാഗങ്ങളുടെയും വിശുദ്ധ ഗ്രന്ഥത്തെ മാനിക്കുന്നു. ഇനി ഖുറാനെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായ ഒരു നിലപാട് വ്യക്തമായി മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നും അല്ല. ബഹുമാന്യനായ ലീഗ് നേതാവ് മനസ്സിലാക്കണം. 1985 നമ്മുടെ കൽക്കത്ത ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. അത് നിങ്ങൾ ഒന്ന് പരിശോധിക്കണം. ആ കേസ് ചാന്തമൽ ചോപ്രയും അദ്ദേഹത്തിന്റെ സുഹൃത്തും ചേർന്ന് കൊടുത്തതാണ്. സംഘപരിവാറുകാർക്ക് നല്ല ഓർമ്മയുണ്ടാവും. ആ കേസിൽ ആവശ്യപ്പെട്ടത് ഖുറാൻ നിരോധിക്കണം എന്നാണ്. ഖുറാൻ നിരോധിക്കാൻ ബംഗാൾ ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കണം എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ബംഗാൾ ഗവൺമെന്റിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ജ്യോതി ബസുവിന്റെ ഗവൺമെന്റ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ആ മറുപടിയുടെ ഭാഗം ഞാൻ പ്രസക്ത ഭാഗം മാത്രം ഒന്ന് പരാമർശിക്കാം. ദ കോർട്ട് ഹാസ് നോ ജൂറിസ്ഡിക്ഷൻ ടു പ്രൊനൗൺസ് എ ജഡ്ജ്മെന്റ് ഓൺ ഖുറാൻ, the holy scripture of the Muslims, the world over, each and every word of which according to Islamic belief is an unalterable. ഇത് കൊടുത്തത് 1985 മതഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും വിശ്വാസത്തെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ആ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ നിലപാട് സ്വീകരിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. കോടതിക്ക് അതിന് അധികാരമില്ലെന്ന് പറഞ്ഞവരാണ് ഞങ്ങൾ. ഇവിടത്തെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ കെട്ടിച്ചമച്ചൊരു പുകമറ സൃഷ്ടിച്ചൊരു ആരോപണം കൊണ്ടുവരുന്നു. ആ ആരോപണത്തിന്റെ ഒരു ഘട്ടത്തിൽ സംഘപരിവാർ അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. ഖുറാന്റെ പേരിൽ നിങ്ങൾ അതിനോടൊപ്പം ചേരുന്നു. ഖുറാനിൽ സ്വർണം കടത്തി എന്ന് അങ്ങയുടെ നേതാവും പരസ്യമായി ആരോപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ ഞങ്ങൾ എതിർക്കണ്ടേ? നിങ്ങൾ ഖുറാനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ബാലരമയെ കുറിച്ചാണോ പറയുക? അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ വർഗീയത ഉണ്ടാക്കുന്നത്? ഞങ്ങൾ പറയുന്നത് ഈ ആരോപണം തെറ്റ്. നിങ്ങൾ പരിശുദ്ധ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന കള്ളം പറയുന്നു. ആ വിഷയവുമായി ഒരു തരത്തിലും ഖുറാൻ വന്നതുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത മന്ത്രി അതിലേക്ക് വലിച്ചടയ്ക്കുന്നു. മന്ത്രി കോൺസുൽ ജനറലിന്റെ സഹായാഭ്യർത്ഥന സ്വീകരിച്ച് വഖഫിന്റെയും ന്യൂനപക്ഷ ക്ഷേമത്തിന്റെയും ചുമതലയുള്ള ആൾ എന്ന നിലയിൽ ആ സഹായം കൊടുത്തതാണ്. ലോകത്തെവിടെയും വിശ്വാസിയായ ഒരു മുസൽമാന് ഖുറാൻ മതസ്ഥാപനങ്ങളിൽ കൊടുക്കാനുള്ള അവകാശമുണ്ട്.